+1 പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് പഠിക്കുന്നത്. +1 പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ ഉയർന്ന മാർക്ക് നേടാവുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് +1 പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനമായിട്ടും 2 പാർട്ടുകളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, അതുപോലെ തന്നെ മറ്റൊന്ന് പൊളിറ്റിക്കൽ തിയറി. ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പാഠഭാഗത്ത് അല്ലെങ്കിൽ എന്ന പാർട്ടിൽ പ്രധാനമായിട്ടും 10 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം, ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്നൊരു ഭാഗം, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫെഡറലിസം ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഇന്ത്യൻ ഭരണഘടന എന്നതിനെക്കുറിച്ചാണ്. വൈ ആൻഡ് ഹൗ, എന്ത് എങ്ങനെ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഒരു ഭരണഘടന, ഇന്ത്യയുടെ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആർ റെഡി ടു കൺസ്ട്രക്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. രാഷ്ട്രീയ പ്രതിനിധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, ഇന്ത്യയിലെ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാർ, അന്നത്തെ കാലത്ത് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ മറ്റ് നിരവധി ആളുകൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്ന പ്രയത്നത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിച്ചു. അതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടന, അതാണ് നമ്മൾ നോക്കുന്നത്. ഭരണഘടന എന്നാൽ എന്താണ്, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെൻറ്റ് ഓർ എ സെറ്റ് ഓഫ് document comprises a number of articles about the state, specifying how the state is to be constituted and what norms it should be follow. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഈ അധികാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എന്തായിരിക്കണമെന്നും നിർദ്ദേശിക്കുന്ന ഒരു പ്രമാണത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രമാണത്തെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആൻഡ് ആൾസോ എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്, അതുപോലെ തന്നെ അയവുള്ളതുമാണ്, ഫ്ലെക്സിബിളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി ചേഞ്ച്, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റാവുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടാവുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നോംസ് ഓർ റൂൾസ് ഓർ റെഗുലേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഓർ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് കംപ്രൈസസ് സെറ്റ് ഓഫ് നോംസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതായത് കോമൺലി ഇറ്റ്സ് നോൺ ആസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ സ്റ്റേറ്റ്സ് ദാറ്റ് ഡിറ്റർമിൻസ് ദി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്. Thus, Constitution is a basic law of a state. Following are the major functions of the
കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. കോമൺ ലോ ഓഫ് എ നേഷൻ എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളെയാണ് എന്ന് പറയുന്നത് ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്കതിൻ്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രത്യേകതകൾ. ഭരണഘടനയുടെ ഫങ്ഷൻസ്, മേജർ ഫങ്ഷൻ: പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് ലോ ടു കോർഡിനേറ്റ് ദി പീപ്പിൾ ഓഫ് എ ഗിവൺ സൊസൈറ്റി. എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? സ്പെസിഫൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ പവർ ടു മേക്ക് ലോ ആൻഡ് ടേക്ക് ഡിസിഷൻ. എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കേണ്ടത് ആരാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും ഭരണഘടന നിർദ്ദേശിക്കുന്നു. ആൻഡ് ലിമിറ്റ്സ് ദി പവർ ഓഫ് എ ഗവൺമെൻറ് ആൻഡ് പ്രൊട്ടക്ട് സിറ്റിസൺസ് റൈറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നൽകുന്നതോടൊപ്പം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആൻഡ് എനേബിൾസ് ദി ഗവൺമെൻറ് ടു ഫുൾഫിൽ ദി ആസ്പിറേഷൻ ആൻഡ് ഗോൾ ഓഫ് എ സൊസൈറ്റി. എന്ന് പറഞ്ഞാൽ ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഭരണഘടനയുടെ ഫങ്ഷൻസുകളെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡിസ്ക്രൈബ് ദി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിനേക്ക് അല്ലെങ്കിൽ ഭരണഘടനാ രൂപീകരണ സമിതി എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്താണ്? എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് അവർ എത്തുന്നത്? അതിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? ഫസ്റ്റ് ദി ലീഡേഴ്സ് ദാറ്റ് പുട്ട് ഫോർവേഡ് ദി മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെയാണ് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ was drafted by the Constituent Assembly. It was formed on the recommendation of Cabinet Mission Plan in 1946. 1946-ലെ 1946-ലെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. Then its first section was held on 9th December 1946 at Delhi. ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദി പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ നേതാവ് എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ് resolution in the Constituent Assembly which defined the aims of the Constituent Assembly. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കി. ഇതെന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു. Initially, the total membership of the Constituent Assembly was 389. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്നത്. ആൻഡ് മൗണ്ട് ബാറ്റൻ പ്ലാനിൽ ജൂൺ 3 പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജനത്തിനെ തുടർന്ന് അംഗസംഖ്യ 299 ആയി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്? ജൂൺ 3 ഡ്യൂ ടു ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ under the Mountbatten Plan, June 3rd plan, the number of members reduced to 299, 299 ആയി കുറഞ്ഞു. The number of the members of the Constituent Assembly were not elected by universal suffrage. So there was a serious attempt to make Constituent Assembly a representative body. എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ എന്തായിരുന്നില്ല, തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എലക്ഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല തിരഞ്ഞെടുപ്പ്. ഡു നോട്ട് സെലക്റ്റഡ് ദി മെമ്പേഴ്സ് ഡ്യൂ ടു എലക്ഷൻ. സോ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഡിഫറെൻറ്റ് കാസ്റ്റ് വെർ റെഡ്യൂസ്ഡ് ആൻഡ് ദിസ് വാസ് എ പ്രോബ്ലം ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് എല്ലാ മതക്കാരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പട്ടികവിഭാഗത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും 28 അംഗങ്ങൾ സഭയിലുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ 82% സീറ്റുകളും കോൺഗ്രസിനായിരുന്നു. 82% ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ് സീറ്റ് അണ്ടർ ദി കോൺഗ്രസ് പാർട്ടി. എന്നിരുന്നാലും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട്
ഇത് ശ്രമിച്ചിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഏകദേശം 8 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ, there was 8 major committees in Constituent Assembly and ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് എ മേജർ കമ്മിറ്റി ഓഫ് ദിസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ വാസ് ദി ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈച്ച് കമ്മിറ്റി ഡ്രാഫ്റ്റഡ് പർട്ടിക്കുലർ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നു? ഓരോ കമ്മിറ്റികളും ഭരണഘടനയുടെ പ്രത്യേക വ്യവസ്ഥകളുടെ കരട്, ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയ്ക്ക് അത് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് എന്താണ് ഒരു ഡിസ്കഷൻ. ദ വേർ പ്രസൻറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോർ ഡിസ്കഷന് വേണ്ടി അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സമർപ്പിക്കുകയും ഇൻ 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ of India passed and adopted by the Constituent Assembly. It came to force in 26 January 1950. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്യുന്നു. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ആൻഡ് ഒരു ചോദ്യം പറയുന്നത്, ഹു ഇസ് ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നോക്കാം നമുക്ക് എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പാസ്സാക്കിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്? ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ് an objective resolution in the Constituent Assembly on 13th December 1946. It defines the aims of the Constituent Assembly and also expressed the aspirations of the and the values behind the Constitution. മേജർ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്, അതിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ മൂല്യങ്ങളും എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയായിരുന്നത്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഈസ് എ സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് എ റിപ്പബ്ലിക്. India shall be a union of states consist of former British Indian territories, Indian states and other territories as are willing to be a part of the union. എന്ന് പറഞ്ഞാൽ മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളുടെയും യൂണിയൻ ആയിരിക്കും എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് യൂണിയനിൽ ചേരുന്ന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിൽ സ്വയംഭരണം ഉണ്ടായിരിക്കും. All the authority and powers of the India shall follow from the people. ഇന്ത്യയുടെ പരമാധികാരവും ഭരണഘടനയും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. To ensure the protection of minorities and the other backward class. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്കും അധസ്ഥിതമായ ആളുകൾക്കും ഗോത്ര സമൂഹത്തിനും പ്രത്യേക സംരക്ഷണം നൽകും. ടു മെയിൻറ്റെയിൻ യൂണിറ്റി ഓഫ് അവർ നേഷൻ. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കും. ദെൻ ടു എൻഷുർ വേൾഡ് പീസ് ആൻഡ് വെൽഫെയർ. ലോക സമാധാനവും അതുപോലെ തന്നെ ലോക ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നീതി ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് ലക്ഷ്യപ്രമേയത്തിൽ പാസ്സാക്കി. ആൻഡ് നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ഭരണഘടന അതായത് വാട്ട് ഈസ് മീൻ ബൈ ദി അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് അതോറിറ്റി? ഇന്ത്യയുടെ ഭരണഘടനയുടെ അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആധികാരികത എന്നാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻസ് ദി അതോറിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത, അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയുടെ സമൂഹത്തിലെ സ്വീകാര്യതയാണ് ആധികാരികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് അക്സെപ്റ്റൻസ് on the part of the people to abide and obey the constitution. അതായത് ജനങ്ങൾ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ സ്വീകരിക്കുന്നത്, അതാണ് അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അതിലെ നിയമങ്ങൾ പാലിക്കുന്നത്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 4 രീതികൾ അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് അതിൻ്റെ ആധികാരികത നിർണ്ണയിക്കുന്നത്. ഒന്ന് പ്രഖ്യാപന രീതിയാണ്. ഒന്നെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബ്രേഷൻ, പ്രഖ്യാപന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് ഭരണഘടന രൂപീകരിക്കുന്നത്. പൊതുയുക്തിയായിരുന്നു സംവാദങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ സമവായത്തിലൂടെയോ ചർച്ചകളിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ ആയിരുന്നു പരിഹരിച്ചിരുന്നത്. പ്രായപൂർത്തി വോട്ടവകാശമാണ് സംവാദമില്ലാതെ പാസാക്കിയ ഏക വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രഖ്യാപന രീതി എന്നതുകൊണ്ട് ചെയ്യുന്നത്, ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദർ വാസ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ and debates on each and every subject and finally added them to the provision of the constitution. Public reason was the basic of all discussion. Okay, then the second one is procedure, നടപടി ക്രമങ്ങൾ. The constituent assembly consists of 8 major committee on different subjects. അതായത് 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളായിരുന്നു വിവിധ വിഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത്. ഈച്ച് കമ്മിറ്റി ഡ്രാഫ്റ്റഡ് and എന്താണ് ഡ്രാഫ്റ്റഡ് പർട്ടിക്കുലർ പ്രൊവിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വേർ പ്രസൻറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ ഓരോ കമ്മിറ്റിയും അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുകയും അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അവതരിപ്പിക്കുകയും അത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈച്ച് ഡിസിഷൻ വാസ് ടേക്കൺ എയ്തർ ഓൺ ദി ബേസിസ് ഓഫ് കൺസെൻസ് ഓർ വോട്ടിംഗ്. എന്ത് ചെയ്യുന്നു? ഇത് എല്ലാ കാര്യങ്ങളും വോട്ടിങ്ങിലൂടെയോ അല്ലെങ്കിൽ സംവാദങ്ങളിലൂടെയോ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ദർ വർ ആൾസോ ഇത് ഓപ്പൺ പ്രസ് ആൻഡ് പബ്ലിക്. ഇതെന്താണ്? ചർച്ച ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇതിന് അനുമതി ഉണ്ടായിരുന്നു. ആൻഡ് തേർഡ് വൺ പ്രൊസീജിയർ. എന്താണ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വൺ പ്രൊസീജിയർ, നടപടിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് തേർഡ് വൺ ഇൻഹെറിറ്റൻസ് ഓഫ് ദി നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം. ദ വാല്യൂസ് ആൻഡ് ഐഡിയൽസ് അപ്ഹോൾഡ് ദി നാഷണൽ മൂവ്മെൻറ്റ് സച്ച് ആസ് സോവറിനിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ലിബർട്ടി എക്സെട്ര വേർ ദ ബേസിസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമത്വം, മതേതരത്വം, അതുപോലെ തന്നെ സർവ ലൗകികത, ജനാധിപത്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണെന്ത്? ഇൻഹെറിറ്റൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ്, സ്ഥാപനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ കാര്യനിർവഹണ വിഭാഗം, അതായത് in our constitution there is a separation of powers between legislature, executive and judiciary. Besides there is a clear demarcation between the powers of central and the states. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ വിഭാഗങ്ങളായിട്ട് വിഭജിക്കുകയും അതിൽ തന്നെ അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുമുണ്ട്. അതാണ് നാലാമത്തതായിട്ട് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്, സ്ഥാപനപരമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത, അതോറിറ്റി ഉയർത്തി കാണിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ബോറോവ്ഡ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തൊക്കെയാണ് ഇന്ത്യയിൽ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ കടമെടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ്? ഭരണഘടനയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാർലമെൻ്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നമ്മൾ കടമെടുത്തു പാർലമെൻ്ററി സമ്പ്രദായം, നിയമവാഴ്ച, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, സ്പീക്കറുടെ അധികാരങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ, നിയമനിർമ്മാണ നടപടിക്രമം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്നും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ദെൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അപ്പോൾ എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ ആമുഖം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ തന്നെ എന്താണ് നീതിന്യായ വിഭാഗത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളെന്ത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ആൻഡ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചേർത്തു? അർദ്ധ ഫെഡറൽ ഗവൺമെൻറ്, അവശിഷ്ടാധികാരം. കനേഡിയൻ ഗവൺമെൻറ് ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്, ഐഡിയ ഓഫ് റെസിഡ്യൂവൽ പവർ.
ദെൻ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഫ്രഞ്ച് ഭരണഘടനയിൽ സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം എന്നീ ഭാഗങ്ങൾ കടമെടുത്തു. ദെൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ചില വസ്തുതകൾ, ചില വ്യവസ്ഥകൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അല്ലെങ്കിൽ ബോറോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കടമെടുത്തിട്ടുള്ള ചില വ്യവസ്ഥകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാർട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ, മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ. ഓക്കെ, അതാണ് റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.